ഹായ് ഓൾ, വെൽക്കം ടു ലൈഷ് ഡിസൈൻ ഹൗസ്. ഇന്ന് റണ്ണി ഫാബ്രിക്സിൻ്റെ ഒത്തിരി നല്ല കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഫാബ്രിക്കിൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ജിമിച്ചു ഫാബ്രിക്സ് ആണ്. 44 ഇഞ്ചുള്ള ഈ ഫാബ്രിക് നമുക്ക് സാരി ആയിട്ടും അതേപോലെ തന്നെ സ്കേർട്ടിനും ബ്ലൗസസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഇത് നേരത്തെ ഒരു തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഫാബ്രിക് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 190 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ കളറാണ്. മറ്റ് കളേഴ്സ് കണ്ടു നോക്കാം. പർപ്പിൾ, റെഡ്, ബെറി റെഡ്, യെല്ലോ, mint green, dusty pink, white, lavender, black and dark green. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബ്ലൗസസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റയോൺ ഫാബ്രിക്സ് ആണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ ഓൾ ഓവർ വ്യൂ വരുന്നത്. ത്രൂ ഔട്ട് ഇതേപോലെ തന്നെ സീക്വൻസ് ആൻഡ് മിറർ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 220 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 ഇഞ്ചാണ് ഈ ഫാബ്രിക്കിൻ്റെ വിത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കേരള സാരീൻ്റെ ബ്ലൗസായിട്ടും അതേപോലെ ക്രോപ്പ് ടോപ്പിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. നമുക്ക് മറ്റ് കളേഴ്സ് കണ്ടു നോക്കാം. പിസ്ത ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ഓറഞ്ച് ആൻഡ് ഡാർക്ക് ബ്ലൂ. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ഫുൾക്കാരി ഡിജിറ്റൽ പ്രിന്റഡ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ആണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ ഓൾ ഓവർ വ്യൂ വരുന്നത്. ഇതിൻ്റെ ബോട്ടം പാർട്ടിലേക്ക് ഇതേപോലെ നല്ലൊരു കട്ട് വർക്കിൻ്റെ ബോർഡർ വരുന്നുണ്ട്. ത്രൂ ഔട്ട് ഇതേപോലെ തന്നെ നല്ലൊരു പ്രിന്റോട് കൂടി ഫുൾക്കാരി ഡിസൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 270 റുപ്പീസ് പെർ മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ തന്നെ സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാം. സാരീസിനൊക്കെ വളരെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഫസ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോയുടെ കോമ്പിനേഷൻ ആണ്. നമുക്ക് മറ്റു കോമ്പിനേഷൻസ് കണ്ടു നോക്കാം. 44 ഇഞ്ചുള്ള ഈ ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് 270 റുപ്പീസ് പെർ മീറ്റർ ആണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അടുത്ത കളർ വരുന്നത് പീച്ചിൻ്റെ കോമ്പിനേഷൻ ആണ്. ആൻഡ് ഫൈനലി വന്നിരിക്കുന്നത് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ആണ്. 270 ആണ് ഈ ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ്. കോട്ട ഫുൾക്കാരിയിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫാബ്രിക്. നെക്സ്റ്റ് നമുക്ക് ഓണം കളക്ഷൻസിൽ വന്നിരിക്കുന്ന ഫാബ്രിക്സ് ആണ്. ഇത് ഫസ്റ്റ് വന്നിരിക്കുന്നത് മൽക്കോട്ടൺ ബേസിലുള്ള ഫാബ്രിക് ആണ്. ഓൾ ഓവർ ഇതേപോലെ തന്നെ ത്രെഡ് വർക്ക് എംബ്രോയിഡറി വിത്ത് സീക്വൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ക്രീം ബേസിൽ ടീൽ ബ്ലൂ കളർ എംബ്രോയിഡറി ആണ്. ഇത് ഇതുപോലെ ബുട്ടാസ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 190 പെർ മീറ്റർ ആണ്. 44 ഇഞ്ചാണ് ഈ ഫാബ്രിക്കിൻ്റെ വിത്ത് വരുന്നത്. അപ്പോൾ സാരീസ് ആയിട്ടും ദാവണീസിനും ഒക്കെ നന്നായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക് തന്നെ ബ്ലാക്ക് ത്രെഡ് വർക്ക് എംബ്രോയിഡറി കോമ്പിനേഷനിലാണ്. ഇതിൻ്റെ റേറ്റും 190 റുപ്പീസ് പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്കിൻ്റെ കോമ്പിനേഷൻ ആണ്. ഇതും സെയിം റേറ്റ് തന്നെയാണ്. 44 ഇഞ്ചാണ് വിത്ത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓണം കളക്ഷൻസിൽ വന്നിരിക്കുന്ന ഫാബ്രിക് ഒരു 46 ഇഞ്ചുള്ള ഫാബ്രിക് ആണ്. ഇതിലൊരു ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിൽ ഗോൾഡൻ ലൈൻസ് പോലെ പോകുന്നുണ്ട്. കോട്ടൺ ബേസിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 185 റുപ്പീസ് പെർ മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സാരീസ് ആയിട്ടും സ്കേർട്ടിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ വേറെ ചെയ്തിരിക്കുന്ന ഫാബ്രിക് ആണ്. കോട്ടൺ ബേസിലാണ് ഇത് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ഇതേപോലെ മൾട്ടി കളർ ത്രെഡ് വർക്ക് എംബ്രോയിഡറി വിത്ത് സീക്വൻസ് പോകുന്നുണ്ട്. ഈ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് 210 റുപ്പീസ് പെർ മീറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കോട്ടൺ ബേസിലുള്ള അജ്രക് ഫാബ്രിക്സ് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഗ്രീനിന്റെ കോമ്പിനേഷൻ ആണ്. ഇത് നമുക്ക് പട്ടുപാവാട ബ്ലൗസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ തന്നെ ടോപ്സിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 155 ആണ് ഈ ഫാബ്രിക്കിന്റെ മീറ്റർ റേറ്റ്. 44 ഇഞ്ചാണ് ഇതിന്റെ വിത്ത് വരുന്നത്. നെക്സ്റ്റ് അജ്രക്കിന്റെ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് മഡ് കളറിലാണ്. ഇതിന്റെ റേറ്റ് 160 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇത് നമുക്ക് ഈക്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. നെക്സ്റ്റ് വരുന്നത് ബോർഡറുള്ള അജ്രക് ആണ്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റോക്ക് ഇത്രയും തീർന്നിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 210 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ ഓൾ ഓവർ വ്യൂ വരുന്നത്. ബ്ലാക്കിലാണ് ഫസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മഡ് കളറിലാണ്. ഈ ഫാബ്രിക്കിന്റെ റേറ്റും 210 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 ഇഞ്ചാണ് വിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കോട്ട ബേസിലുള്ള അജ്രക് ഫാബ്രിക്സിന്റെ കളക്ഷൻ ആണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ വ്യൂ വരുന്നത്. 44 ഇഞ്ചാണ് വിട്ട് വരുന്നത്. ഇത് നമുക്ക് സാരീസ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പട്ടുപാവാട ബ്ലൗസിനും
അവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഇതിൻ്റെ റേറ്റ് 105 റുപ്പീസ് പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് കോട്ട ബോക്സ് കോട്ടയിൽ വരുന്ന അജ്രക്കിൻ്റെ ഡിസൈൻ എന്ന് വരുന്നത് ഇങ്ങനെയാണ്. ഇതും 105 റുപ്പീസ് പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് നമുക്ക് ഹെവി കോട്ടയിലാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 130 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇത് നമുക്ക് ഈക്വലി സാരി ബ്ലൗസസിനും കുർത്തേസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. നെക്സ്റ്റ് സെയിം ഡിസൈൻ തന്നെ സിക്സാക് പാറ്റേൺ നമുക്ക് ഗ്രീനിൻ്റെ കോമ്പിനേഷനിലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റും 130 റുപ്പീസ് പെർ മീറ്റർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ്. അപ്പോൾ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി നല്ല കളക്ഷൻസ് നിന്ന് വളരെ സെലക്റ്റീവ് ആയിട്ടാണ് നമ്മൾ വീഡിയോസിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഫാബ്രിക്കിന് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ മെൻഷൻ ചെയ്യുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതും സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക. മറ്റു വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.